ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു 700 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, 1/4 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അത് മുട്ടയാണ്. അത് മാക്സിമം ചേർക്കാൻ നോക്കുക. ഇനി മുട്ട തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കുന്നതാണെങ്കിൽ വെക്കാം. ഇനി തീരെ സമയമില്ല എന്നാണെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതെല്ലാം കൂടെ മറിച്ചിട്ട് കൊടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് 3 ഉള്ളി, 1.5 കഷ്ണം തക്കാളി, ഒരു 1.5 ഇഞ്ച് ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഫുള്ള്, ഒരു 10 പച്ചമുളക്, ഇതെല്ലാം കൂടി അരിഞ്ഞ് അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് തന്നെ ഓയിലെടുത്ത് മറ്റൊരു പാനിലേക്ക് ഒഴിക്കുക. ഇതിലാണ് നമ്മൾ ഉള്ളി വഴറ്റാൻ പോകുന്നതും ബാക്കി മസാലയൊക്കെ തയ്യാറാക്കാൻ പോകുന്നതും. ഉള്ളി ഒന്ന് വഴന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ പേസ്റ്റ് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച 1.5 കഷ്ണം തക്കാളി അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്നു വരുന്ന സമയത്ത് നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാനുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, തക്കോലം ഇതെല്ലാം ചേർത്ത് ഒരു മിക്സിയിലെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടിച്ച മസാല നമ്മൾ ആ മസാലയിലോട്ട് ചേർക്കുകയാണ്. ഈ പൊടിച്ച മസാല ബിരിയാണിക്കൊരു പ്രത്യേക സ്വാദ് തന്നെ തരുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ മസാല. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ചിക്കനും ഉള്ളി മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഇനി ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ചോറുണ്ടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു 1/4 കഷ്ണം ഉള്ളി അത് ചേർക്കുക. പിന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പരുവായി വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് വെള്ളം. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം ഞാൻ 5.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്ച്ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക. ഇടയ്ക്ക് മസാലയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. പിന്നെയും അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദമ്മിടലാണ്. നിങ്ങൾക്ക് ഒറ്റ ലെയറായിട്ടോ 2 ലെയറായിട്ടോ ചെയ്യാം. ഞാനിപ്പോൾ അടിയിൽ മസാലയും മുകളിൽ ചോറും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറ് മുഴുവനായിട്ട് മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചോറും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ദമ്മായിട്ട് വരാനാണ് അങ്ങനെ അമർത്തി കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലക്കൂട്ടില്ലേ അതും കൂടെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ദമ്മിടാനായിട്ട് ഞാൻ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. ഫോയിൽ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് അടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ഈസ് റെഡി. ഇനി ആ ചോറൊന്ന് ചെറുതായിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. And it's time to serve.
സൈഡിൽ പാത്രവും പിടിച്ച് നിൽക്കുന്നത് വേറെ ആരുമല്ല, മിസ്റ്റർ ഹസ്ബൻഡ് നവാസാണ്. നമുക്ക് രണ്ടുപേർക്കും ബിരിയാണി കഴിക്കാൻ നല്ലൊരു ക്രേവിങ്സ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.